2 ദിവസത്തേക്ക് കുശാലായിട്ട് കഴിക്കാനുള്ള വെണ്ടയ്ക്കയും കൊണ്ടാണ് കേട്ടോ ഇന്ന് എൻ്റെ കെട്ടിയോൻ വീട്ടിലേക്ക് വന്നത്. പക്ഷേ വെണ്ടയ്ക്ക ഞങ്ങളുടെ വീട്ടിലെ താരനിരയിൽ പെടാത്തത് കൊണ്ട് തന്നെ പലർക്കും ഇത് ഇഷ്ടമില്ല. ഇതിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരെ ഇതിനോട് താല്പര്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഷേപ്പൊക്കെ മാറ്റി ഇതിനെ വേറൊരു രൂപത്തിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം അത് എനിക്കുള്ളതാണ്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ഇത് വെച്ച് തോരൻ ഉണ്ടാക്കാം. കാരണം തോരന്റെ മുന്നിൽ മുട്ടുകുത്താത്ത പച്ചക്കറികൾ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വെണ്ടയ്ക്ക ചെറുതായി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ചെറിയ സവോള, തക്കാളി, പച്ചമുളക്, മഞ്ഞപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കൈവച്ച് നന്നായി തിരുമിയെടുക്കാം. ഞാൻ ഇപ്രാവശ്യം അരപ്പൊന്നും തയ്യാറാക്കണില്ല കേട്ടോ. നാളികേരം ചിരകിയതും അതുപോലെ തന്നെ ജീരകം മുഴുവനോടും കൂടിയിട്ടാണ് കേട്ടോ ഇതിന്റെ കൂടെ ഇളക്കി യോജിപ്പിച്ചത്. ഒരു പാൻ എടുക്കുക, അതിലേക്ക് കടുക് പൊട്ടിക്കുക, ഈ വെണ്ടയ്ക്ക് ചേർത്ത് നന്നായി ഡ്രൈ ആക്കുക. ഡ്രൈ എത്രത്തോളം ആവുന്നോ അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടുന്നതാണ്. ഞാനിട്ട പച്ചമുളകിന് എരി കുറവായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധനമായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് നാളികേരം കൂടി ഇട്ട് ഒന്നും കൂടി ഇളക്കി ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നല്ല വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡിയാണേ.